Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എക്സ്പ്ലോഡ് കമാൻഡ് അതേപോലെ ജോയിൻ കമാൻഡ് ഈ രണ്ട് കമാൻഡിനെ കുറിച്ചാണ്. നമുക്ക് എക്സ്പ്ലോഡ് കമാൻഡ് എടുക്കാൻ വേണ്ടി മെനു ബാറിൽ മോഡിഫൈ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ഏറ്റവും താഴെ എക്സ്പ്ലോഡ് പറഞ്ഞിട്ടുള്ള കമാൻഡ് കാണാം. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഹോം ടാബിൽ മോഡിഫൈ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ഫില്ലറ്റിന് തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു ക്യൂബിന്റെ ഷേപ്പ് ആയിട്ടുള്ള ഒരു ചിഹ്നം കാണാം. അതാണ് എക്സ്പോർട്ട് കമാൻഡ്. അല്ലെങ്കിൽ നമുക്ക് കമാൻഡ് ബോക്സ് ഉണ്ട്. കമാൻഡ് ബോക്സിൽ ഇ എക്സ് പി എൽ വരെ ടൈപ്പ് ചെയ്താലാണ് എക്സ്പോർട്ട് കമാൻഡ് കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെയും ടൈപ്പ് ചെയ്തിട്ടും കമാൻഡ് ബോക്സിൽ ടൈപ്പ് ചെയ്തും നമുക്ക് എക്സ്പോർട്ട് കമാൻഡ് എടുക്കാവുന്നതാണ്. എക്സ്പോർട്ട് കമാൻഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ഇപ്പോൾ ഒരു പോളിലൈൻ വരച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പോളിലൈൻ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഒറ്റ സെലക്ഷനിൽ കംപ്ലീറ്റ് സെലക്ട് ആവും. അതായത് ഇത് സിംഗിൾ ഒബ്ജക്റ്റ് ആണ്. അതായത് ഈ മൂന്ന് ലൈൻ, ഇതൊരു ലൈൻ, ഇതൊരു ചെറിയ ലൈൻ, ഇതൊരു വേറൊരു ലൈൻ, ഈ മൂന്ന് ലൈൻ ഒരു സിംഗിൾ ഒബ്ജക്റ്റ് ആണ്. അതേപോലെ ഞാൻ ഇപ്പോൾ ഈ റെക്ടാംഗിൾ ഞാൻ വരച്ചിട്ടുണ്ട്, ഒരു റെക്ടാംഗിൾ വരച്ചിട്ടുണ്ട്. ആ റെക്ടാംഗിൾ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ ഒരു സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ടാണ് കിട്ടുക. അതായത് ഈ റെക്ടാംഗിൾ 4 സെഗ്മെന്റ് കൊടുത്തുള്ള സിംഗിൾ ഒബ്ജക്റ്റ് ആണ് കിട്ടുക. ഇത് നമുക്ക് സെപ്പറേറ്റ് ആക്കാനാണ് നമ്മൾ എക്സ്പോർട്ട് യൂസ് ചെയ്യുക. ഞാൻ ഈ പോളിലൈൻ ജസ്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം ഈ എക്സ്പോർട്ട് കമാൻഡിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോളിലൈന് സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരിക്കും. അതായത് ഈ ലൈൻ സെപ്പറേറ്റ് സെലക്ട് ചെയ്യാം, ഈ ലൈൻ സെപ്പറേറ്റ് സെലക്ട് ചെയ്യാം, ഈ ലൈൻ സെപ്പറേറ്റ് സെലക്ട് ചെയ്യാം. നമുക്ക് തിരിച്ച് ഈ പോളി ലൈനെ നമുക്ക് അല്ലെ ഈ 3 സെപ്പറേറ്റ് ലൈനെ നമുക്ക് സിംഗിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ 3 ലൈൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ജോയിൻ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. ജോയിൻ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുക്കാൻ വേണ്ടി നമുക്ക് ഒന്നെങ്കിൽ മോഡിഫൈ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. മോഡിഫൈ പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ജോയിൻ പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷൻ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഹോം ടാബിൽ മോഡിഫൈ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ മോഡിഫൈ പറഞ്ഞിട്ടുള്ള അതിന്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു ഏരോ കാണാം. ആ ഏരോടെ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് ജോയിൻ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കമന്റ് ബോക്സിൽ ജസ്റ്റ് ജെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ജോയിന്റെ ഷോർട്ട് കീ പറഞ്ഞാൽ ജെ ആണ്. അപ്പൊ ഞാനിവിടെ ഈ 3 ലൈൻ കൂടിയിട്ട് സിംഗിൾ ഒബ്ജക്റ്റ് ആക്കണം. ഇപ്പൊ കണ്ട സെപ്പറേറ്റ് ആണ്. അപ്പൊ 3 ലൈൻ ഞാൻ സെലക്ട് ചെയ്തു. ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്തു, സെക്കൻഡ് ലൈൻ സെലക്ട് ചെയ്തു, തേർഡ് ലൈൻ സെലക്ട് ചെയ്തു. ജസ്റ്റ് ജെ ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇപ്പൊ ഞാൻ ഈ ഒരു റെക്ടാംഗിൾ സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഞാൻ ഈ റെക്ടാംഗിൾ 4 സെഗ്മെന്റ് സെപ്പറേറ്റ് ആക്കണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ആദ്യം എക്സ്പോർട്ട് പറഞ്ഞിട്ടുള്ള ഈ ടൂള് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒബ്ജക്ട് സെലക്ട് ചെയ്യുക. ഒബ്ജക്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ലെഫ്റ്റ് നിന്ന് ക്ലിക്ക് ചെയ്തു, ഈ ഒരു ഒബ്ജക്ട് സെലക്ട് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പൊ നമുക്ക് ഈ റെക്ടാംഗിൾ സെപ്പറേറ്റ് സെഗ്മെന്റ്സ് ആയിട്ട് ഉണ്ടായിരിക്കും. കാരണം ഓരോ സെഗ്മെന്റ് സെപ്പറേറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. എനിക്ക് ഈ 4 സെപ്പറേറ്റ് സെഗ്മെന്റ്സ് തിരിച്ച് സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും ജോയിൻ യൂസ് ചെയ്യാം. ജോയിൻ യൂസ് ചെയ്യുന്നതിന് നമുക്ക് മോഡിഫൈ പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ജോയിൻ ക്ലിക്ക് ചെയ്യാം. ജോയിൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒബ്ജക്റ്റ് ഏതൊക്കെയാണോ സിംഗിൾ ഒബ്ജക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതെല്ലാം സെലക്ട് ചെയ്യുക. അതായത് ഏതൊക്കെ ലൈൻസ് ആണോ നമുക്ക് സിംഗിൾ ഒബ്ജക്റ്റിലേക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ലൈൻസ് ഒക്കെ സെലക്ട് ചെയ്യുക. ഞാൻ ഈ ലൈൻ സെലക്ട് ചെയ്തു, ഈ 4 ലൈൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് എൻ്റർ അടിക്കുക. അതായത് ഒബ്ജക്ട് സെലക്ട് ചെയ്ത് അതിനുശേഷം എൻ്റർ അടിക്കുക. അപ്പോൾ കണ്ട ഇപ്പൊ സിംഗിൾ സെലക്ഷൻ നമുക്കിത് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി ഞാനിവിടെ റെക്ടാംഗിൾ വെച്ചിട്ടുണ്ട്. ഈ റെക്ടാംഗിളിനുള്ളിൽ ഹാച്ച് യൂസ് ചെയ്തു. ഹാച്ചിന്റെ ഷോർട്ട് കീ എച്ച് ആണ്. അപ്പൊ എച്ച് എടുത്തു, ജസ്റ്റ് ഇന്നർ സൈഡിൽ ഞാൻ വരച്ചു കൊടുത്തു. അതിനുശേഷം ഹാച്ച് പ്രോപ്പർട്ടീസ് ക്ലോസ് ചെയ്തു. ഹാച്ച് കൂടുതൽ പിന്നെ നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ ഈ ബോക്സിന്റെ അകത്ത് സെലക്ട് ചെയ്യുമ്പോൾ ഹാച്ചിന്റെ പ്രോപ്പർട്ടീസ് ആണ് വരിക. കണ്ട ഹാച്ചിന്റെ പ്രോപ്പർട്ടീസ് ആണ് വരുന്നത്. അപ്പൊ ഹാച്ചും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഹാച്ച് എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ ജസ്റ്റ് ഈ ഒരു ബോക്സ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ എക്സ്പോർട്ട് കൊണ്ടുള്ള കമന്റില്ലേ, എക്സ്പോർട്ട് കൊണ്ടുള്ള ടൂൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഇപ്പൊ ഹാച്ച് ആയിട്ടുണ്ടായിരിക്കും. ഇനി ഇതിന്റെ അകത്ത് നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഹാച്ചിന്റെ പ്രോപ്പർട്ടീസ് വരില്ല. കാരണം സെപ്പറേറ്റ് ഇത് ലൈൻ സെഗ്മെന്റ്സ് ആയിട്ടുണ്ടായിരിക്കും. കണ്ടാ ഇനി നമുക്ക് ഹാച്ചിന്റെ പ്രോപ്പർട്ടീസ് കിട്ടില്ല. അപ്പൊ നമുക്ക് ഹാച്ചും ചെയ്തത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഞാൻ ഇവിടെ 2 ഒബ്ജക്റ്റ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഗ്രൂപ്പാണ്. ഇത് ഒബ്ജക്റ്റ് വരച്ചിട്ടുണ്ട്. കാരണം സിംഗിൾ സെലക്ഷനിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് ഉള്ളത്. ഇതൊരു ബ്ലോക്ക് ആണ്. അപ്പൊ ഈ ഗ്രൂപ്പും ബ്ലോക്കും ഒക്കെ നമുക്ക് എക്സ്പോർട്ട് യൂസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആക്കാൻ പറ്റും. ഞാൻ ഈ ഗ്രൂപ്പ് സെലക്ട് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് എക്സ്പോർട്ട് പറഞ്ഞിട്ടുള്ള കമാൻഡില് ഈ ടൂൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ആ ഗ്രൂപ്പ് എക്സ്പോർട്ട് ആയിട്ടുണ്ടായിരിക്കും. നമുക്ക് സെപ്പറേറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. കണ്ടാ ഓരോ സെപ്പറേറ്റ് ലൈൻസും സെപ്പറേറ്റ് ഒബ്ജക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഈ ഒരു ബ്ലോക്കും എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം എക്സ്പോർട്ട് കമന്റ് എടുക്കുക, അല്ലെങ്കിൽ സെലക്ട് ചെയ്തതിനു ശേഷം എക്സ്പോർട്ട് കമന്റ് എടുക്കുക. ഞാൻ ഇവിടെ ആദ്യം എക്സ്പോർട്ട് കമന്റ് എടുത്തു. അതിനുശേഷം ഈ ഒരു ബ്ലോക്ക് സെലക്ട് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് എൻ്റർ അടിച്ചു. കണ്ടാ ഇനി നമുക്ക് ഈ ബ്ലോക്കത്തെ എല്ലാതും സെപ്പറേറ്റ് ആയിരിക്കും. കണ്ടാ നമുക്ക് അങ്ങനെയും ബ്ലോക്ക് ചെയ്യാൻ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ ബ്ലോക്ക് ചെയ്തത് ഈ റെക്ടാംഗിൾ കണ്ട വീണ്ടും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഈ റെക്ടാംഗിൾ സെലക്ട് ചെയ്തു, വീണ്ടും എക്സ്പോർട്ട് നോക്കിയാൽ ഈ റെക്ടാംഗിൾ സെപ്പറേറ്റ് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. കേട്ടോ
റെക്ടാംഗിൾ ക്ലിക്ക് ചെയ്തു, അതിനുശേഷം എക്സ്പോർട്ട് നോക്കി. ഈ റെക്ടാംഗിളിന്റെ കണ്ട ഈ പീസസ് സെപ്പറേറ്റ് കണ്ട വീണ്ടും സെപ്പറേറ്റ് ആയി. അതേപോലെ ഈ റെക്ടാംഗിൾ ഉണ്ടാ, ഈ റെക്ടാംഗിളും സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. കാരണം ഈ റെക്ടാംഗിൾ സിംഗിൾ സെലക്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ 4 സെഗ്മെന്റ്സും ക്ലിക്ക് ആവുന്നുണ്ട്. അതായത് സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ആക്കണമെങ്കിൽ ഈ റെക്ടാംഗിൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക, എക്സ്പോർട്ടിന്റെ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ നമുക്ക് ആ റെക്ടാംഗിൾ സെപ്പറേറ്റ് പീസ് ആക്കാൻ പറ്റും. ഇത്രയാണ് എക്സ്പോർട്ടും ജോയിനും നമുക്ക് പഠിക്കാനുള്ളത്.